ഞങ്ങളുടെ നാട്ടിൽ രാത്രിയിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ ആദ്യത്തെ ഞങ്ങളുടെ പരിപാടി എന്താ അറിയോ? ജനലിൻ്റെ ഉള്ളിൽ കൂടി അടുത്ത വീട്ടിലേക്ക് നോക്കല. അടുത്ത വീട്ടിലേക്ക് നോക്കിയാൽ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും. എന്തേ? അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ നിവൃത്തിക്ക് എന്താ വഴി? ദുഃഖമില്ലാത്ത ഒരാളെ ആശ്രയിക്കലാണ്. അങ്ങനെ ദുഃഖമില്ലാത്ത ആരാ ഈ ലോകത്തുള്ളത്? ദുഃഖമില്ലാത്ത ഒരാളെ നിങ്ങൾ കാണിച്ചു തരൂ. ദുഃഖമില്ലാത്ത ഒരാൾ ആരാണ്ടാവുക? ജോലി ഇല്ലാത്ത ആൾക്കാരുടെ വിചാരം എന്താ അറിയോ? എന്താ? ഈ ജോലിക്ക് പോണവർക്കൊക്കെ അല്ലേ, അവരാദ്യം പറയണ ഡയലോഗ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ജോലി ഉണ്ടല്ലോ. കല്യാണം കഴിയാത്തവരുടെ വിചാരം എന്താ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞവരുടെ വിചാരം എന്താ? നിങ്ങൾക്ക് കുട്ടിയുണ്ടല്ലോ, നിങ്ങൾക്ക് വീടുണ്ടല്ലോ. ഇതൊക്കെ ഉള്ളവരുടെ ജീവിതം സുഖാണോ? അല്ലേ? അപ്പോൾ ഈ ലോകത്തിൽ ദുഃഖമില്ലാത്ത ആരാ ഉള്ളത്? അംബാനിയോട് പോയി ചോദിക്കുക, അയാളും പ്രഷറിൻ്റെ ഗുളിക കഴിക്കണുണ്ടാവും, ഉറപ്പാ. സർവവിധത്തിലും സച്ചിദാനന്ദ സ്വരൂപനായി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന ചൈതന്യം. നമുക്കറിയാം, ശൂന്യതയിൽ നിന്ന് ഒരു വസ്തുവിനെയും നമുക്കാർക്കും സൃഷ്ടിക്കാൻ സാധിക്കില്ലേ. ആരെങ്കിലും നമുക്ക് ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു മാജീഷ്യനാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം, അല്ലേ? മാജിക്ക് ചെയ്യണ ആള് പല സാധനങ്ങളും ശൂന്യതയിൽ നിന്ന് തരാറുണ്ട് എന്ന് വിചാരിച്ച് നമ്മളൊരു ലിസ്റ്റ് കൊടുത്താൽ അതൊന്നും തരാൻ പറ്റില്ലേ. അപ്പോൾ ശൂന്യതയിൽ നിന്നൊരു വസ്തുവും ഉണ്ടാവില്ല, ശൂന്യതയിൽ ഒരു വസ്തുവും നിലനിൽക്കില്ല, ശൂന്യതയിലേക്ക് ഒരു വസ്തുവും ലയിക്കില്ല എന്നിരിക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ നിരന്തരമായി അന്വേഷിച്ച 3 കാര്യങ്ങൾ. എവിടെ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്? ഏതിനാലാണ് ഇതിങ്ങനെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നത്? ഏതിലേക്കാണ് നാളെ ഇത് ലയിച്ചു ചേരുന്നത്? ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരമായി അവർ കണ്ടെത്തിയത് ഏതോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും സ്ഥിതിക്കും ലയത്തിനും കാരണമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം വേണമെങ്കിൽ അത് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നാളെ ഒട്ടിക്കും. ഏതോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ഹേതുവായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഏതോ ഒരു ശക്തിയെ ഋഷീശ്വരന്മാർ സത്യം എന്ന പേര് വിളിച്ചു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സത്യത്തിൽ നിന്നാണ്. ഇതിങ്ങനെ നിലനിൽക്കുന്നത് ആ സത്യം എന്ന ശക്തിയാലാണ്. നാളെ ഇതെല്ലാം ലയിച്ചാലും ഇവിടെ ബാക്കിയാകുന്നത് ആ പരമസത്യമാണ്. എങ്കിൽ നമ്മളുണ്ടായതും നമ്മളായി നിലനിൽക്കുന്നതും നമ്മൾ നാളെ ലയിക്കേണ്ടതും ആ പരമസത്യത്തെ എന്നിരിക്കെ നമ്മളുടെ അസ്തിത്വമായിരിക്കുന്ന ആ പരമചൈതന്യത്തെ അറിയലാണ് ഉദ്ദേശം. ശരി, പരമസത്യത്തെ എങ്ങനെ ഇപ്പം അറിയുക? സത്യം എന്നുള്ളതിനൊരു രൂപമില്ല, ഒരു സ്വഭാവമില്ല, ഒരു ഗുണമില്ല. കൃത്യമായി പറയാൻ ആണ് പെണ്ണ് എന്നുള്ള ഒരു യോനിയില്ല. എല്ലാവരും സത്യത്തെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ സത്യത്തെ കണ്ണടച്ച് ധ്യാനിക്കാൻ സാധിക്കില്ല. അപ്പോഴാണ് ഈ വിശ്വോൽപത്തിയാദി ഹേതുവായിരിക്കുന്ന പരമസത്യം നമുക്ക് വേണ്ടി ആ പരമസത്യത്തെ പല വാക്കുകളെ കൊണ്ട് പൂർവസൂരികളായ ഋഷീശ്വരന്മാർ ഓർമ്മിപ്പിച്ചത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതയെ. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ തുടങ്ങിയ ശബ്ദങ്ങളിൽ കൂടി ആ ചൈതന്യത്തെ നമ്മൾ അറിയുന്നു.
ആ പരമചൈതന്യത്തെ ആശ്രയിക്കൂ. എന്തിനു വേണ്ടിയിട്ട്? താപത്രയ വിനാശായ. വ്യാസമഹർഷി പറയുന്നു, ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും കൂടി ആകെ 3 ദുഃഖങ്ങളാണത്രേ ഉള്ളത്. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും കൂടി ആകെയുള്ളത് 3 ദുഃഖങ്ങൾ. അപ്പം ചില ആൾക്കാർ വിചാരിക്കും, ഇന്ന് തന്നെ എനിക്ക് 30 ദുഃഖം ഉണ്ടായിട്ടുണ്ട്, പിന്നെ എങ്ങനെയാ 3 എന്ന് പറഞ്ഞതെന്നാണെങ്കിൽ 3 തരം തിരിച്ചു. ശാരീരികമായ ദുഃഖം, മാനസികമായ ദുഃഖം, പിന്നെ ഭൗതികമായ പ്രകൃതി വരുത്തുന്നതായ ദുഃഖം. ഈ 3 ദുഃഖങ്ങളെ താപത്രയങ്ങൾ എന്ന് പറയുന്നു ഋഷീശ്വരന്മാർ. ആദിദൈവികം, ആധ്യാത്മികം, ആദിഭൗതികം എന്നിങ്ങനെ ഈ 3 വിധത്തിലുള്ളതായ ദുഃഖങ്ങളും തീരാനുള്ള മാർഗമാണ് ഭാഗവതം പറഞ്ഞു തരുന്നത്. അപ്പം നാളെ മുതൽ സപ്താഹ യജ്ഞത്തിന് ആര് വന്നാൽ മതി? ദുഃഖം തീരണം എന്നാഗ്രഹിക്കുന്നവർ മാത്രം വന്നാൽ മതി. അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരാ ഈ ലോകത്തുള്ളത്? നമ്മളൊക്കെ മെനക്കെടുന്നത്, രാപ്പകലില്ലാണ്ട് അന്വേഷിക്കുന്നത് ഈ ദുഃഖത്തിന് നിവൃത്തി എന്ത് എന്നുള്ളതാണ്. ജനിച്ചതേ നമ്മൾ കരഞ്ഞുകൊണ്ടാണ്. ആ നിമിഷം നമ്മൾ തുടങ്ങിയ അന്വേഷണമാണ് എനിക്കാശ്രയം എന്ത്. ആ അന്വേഷണങ്ങളാണ് ഇപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നാളെ മുതൽ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ദുഃഖം തീരാൻ ഇന്ന് നമ്മൾ പല വഴികൾ അന്വേഷിക്കുന്നുണ്ട്. ജോലി കിട്ടിയാൽ ദുഃഖം തീരൂ, വിവാഹം കഴിച്ചാൽ ദുഃഖം തീരൂ, കുട്ടിയുണ്ടായാൽ ദുഃഖം തീരൂ, വീട് കെട്ടിയാൽ ദുഃഖം തീരൂ, വാഹനം വാങ്ങിയാൽ ദുഃഖം തീരൂ, കുറച്ച് പരദൂഷണം പറയുമ്പോൾ ദുഃഖം കുറയണുണ്ടോ, ഉറങ്ങിയാൽ ദുഃഖം തീരൂ, ഭക്ഷണം കഴിച്ചാൽ ദുഃഖം തീരൂ. ഇങ്ങനെ എന്തിന്? ഒന്ന് ചൊറിയുന്നത് പോലും ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ ഇത്ര കാലത്തെ റിസൾട്ട് ഇപ്പോഴും നമുക്ക് ദുഃഖം തീർന്നിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, നമ്മൾ ഇതുവരെ അന്വേഷിച്ച അന്വേഷണങ്ങളല്ല വേണ്ടത് എന്ന്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ദുഃഖം പലരോടും പറയാറുണ്ട് അല്ലേ? ചിലപ്പോൾ വീട്ടിലാരെങ്കിലും വന്നാൽ അവരോട് പറയും, അയൽവാസിയോട് പറയും, ബസ്സിൽ കയറിയാൽ അടുത്തിരിക്കുന്ന ആൾക്കാരോട് പറയും, അമ്പലത്തിൽ പോയാൽ അവിടുത്തെ എല്ലാവരോടും പറയും, നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ ടെൻഷനൊക്കെ പറയും. ഇങ്ങനെ നമ്മൾ പലരോടും ദുഃഖം പറഞ്ഞിട്ടും അവർക്കൊന്നും ഇന്നേ വരെ നമ്മുടെ ദുഃഖത്തിന് പരിപൂർണമായ ഒരു സമാധാനം തരാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവരും മറ്റൊരു തരത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ആരോടാണോ നമ്മുടെ ദുഃഖം പറയുന്നത്, ആ ദുഃഖം തല കുലുക്കി കേൾക്കുന്നത് മറ്റൊരു വിധത്തിൽ ദുഃഖമുള്ള ആളാണ്. പണ്ട് പറയാറില്ലേ, ഒരല് ചെന്ന് മദ്ദളത്തോട് ഈ ദുഃഖം പറഞ്ഞു അത്രേ. ഒരല് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരല് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നാളെ മുതൽ നിങ്ങൾ ഇത്ര ദൂരത്തിരിക്കരുത്. ഈ അകൽച്ച നമ്മുടെ പ്രഭാഷണത്തെ വളരെയധികം ബാധിക്കും. അപ്പോൾ ഒരല് എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാർക്കെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഭാഗത്ത് നിന്ന് ഇടികൊള്ളുന്ന ആളാണ്. അപ്പം ഈ ഒരലിനൊരു സങ്കടം, ഈ ഇടികൊള്ളുമ്പോഴേ ആരോടാ തൻ്റെ ഈ ടെൻഷൻ ഒന്ന് പറയുക എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ഉത്സവപ്പറമ്പെന്ന് പഞ്ചവാദ്യം കഴിഞ്ഞ് വന്ന് കിടക്കുന്ന മദ്ദളത്തെ കണ്ടത്. ഒരല് മദ്ദളത്തോട് പറഞ്ഞു, അതേ എൻ്റെ കാര്യം വല്ലാത്ത സങ്കടം. എന്തേ? എപ്പോഴും ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് ഇടിയ. ഇത് കേട്ടപ്പോൾ മദ്ദളം പറഞ്ഞു, നിന്റെ കാര്യം കുറച്ച് ഭേദം. എന്തേ? ഒരു ഭാഗത്തു നിന്നല്ലേ ഇടിയുള്ളൂ, ഞാൻ 2 ഭാഗത്തുനിന്നും ഇടി കൊണ്ടുവന്ന് കിടക്കുന്ന ആളാ. ഇത് കേട്ടപ്പോൾ ഒരലിനെ സംബന്ധിച്ചൊരു സമാധാനം കിട്ടി. ആവൂ,
എനിക്കത്രയില്ലല്ലോ. ഈ ഒരു സമാധാനം നമുക്കും ഈ ലോകത്ത് കിട്ടുന്നുണ്ട്. ചിലരോടൊക്കെ നമ്മൾ നമ്മുടെ ദുഃഖമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താ അറിയോ? ഇതൊക്കെ ഞാൻ നിന്നോട് പറയുന്നത് എന്താ അറിയോ? നിന്നോട് പറയുമ്പോൾ എനിക്കൊരു സമാധാനം. എന്താ സമാധാനം? നിന്നോട് പറയുമ്പോഴാണ് നിനക്കും സമാധാനം ഇല്ല എന്ന് മനസ്സിലാവണത്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനം അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ രാത്രിയിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ ആദ്യത്തെ ഞങ്ങളുടെ പരിപാടി എന്താ അറിയോ? ജനലിൻ്റെ ഉള്ളിൽ കൂടി അടുത്ത വീട്ടിലേക്ക് നോക്കല. അടുത്ത വീട്ടിലേക്ക് നോക്കിയാൽ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും. എന്തേ ഞാനൊരു കാര്യം പറയാം. നിങ്ങളാരും ഈ ശ്വാസം പിടിച്ച് മസിൽ പിടിച്ചിട്ടൊന്നും ഇത് കേൾക്കരുത്. എല്ലാവരും ഒന്ന് ശ്വാസമൊക്കെ വിട്ട് സന്തോഷത്തിൽ കേൾക്കുക. ഭാഗവതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ പൊന്താത്ത സാധനമൊന്നുമല്ല, വളരെ ലളിതമാണ്. അപ്പോൾ ഒരു കഥ കേൾക്കുന്നത് പോലെ നിങ്ങൾ കേട്ടാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സമാധാനം, അപ്പുറത്തും പോയിട്ടുണ്ട്. അതുപോലെ ഈ ലോകത്ത് നമുക്ക് പലരുടെയും ദുഃഖം കണ്ടും ഒക്കെ നമ്മൾ സമാധാനിക്കും. എനിക്ക് അത്രയില്ലല്ലോ. പക്ഷെ അത്രയില്ലല്ലോ എന്ന് പറഞ്ഞാലും നമ്മുടെ ദുഃഖം നമുക്ക് വലുത് തന്നെയാണ്. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ നിവൃത്തിക്ക് എന്താ വഴി? ദുഃഖമില്ലാത്ത ഒരാളെ ആശ്രയിക്കലാണ്. അങ്ങനെ ദുഃഖമില്ലാത്ത ആരാ ഈ ലോകത്തുള്ളത്? ദുഃഖമില്ലാത്ത ഒരാളെ നിങ്ങൾ കാണിച്ചു തരൂ. ദുഃഖമില്ലാത്ത ഒരാൾ ആരാണ്ടാവുക? ജോലി ഇല്ലാത്ത ആൾക്കാരുടെ വിചാരം എന്താ അറിയോ? എന്താ ഈ ജോലിക്ക് പോണവർക്കൊക്കെ അല്ലേ, അവരാദ്യം പറയണ ഡയലോഗ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ജോലി ഉണ്ടല്ലോ. കല്യാണം കഴിയാത്തവരുടെ വിചാരം എന്താ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞവരുടെ വിചാരം എന്താ? നിങ്ങൾക്ക് കുട്ടിയുണ്ടല്ലോ, നിങ്ങൾക്ക് വീടുണ്ടല്ലോ. ഇതൊക്കെ ഉള്ളവരുടെ ജീവിതം സുഖാണോ? അല്ലേ? അപ്പോൾ ഈ ലോകത്തിൽ ദുഃഖമില്ലാത്ത ആരാ ഉള്ളത്? അംബാനിയോട് പോയി ചോദിക്കുക, അയാളും പ്രഷറിൻ്റെ ഗുളിക കഴിക്കണുണ്ടാവും, ഉറപ്പാ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജനിച്ചു എന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഈ ലോകത്തിൽ ജനിച്ചു എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അനുഭവിക്കാനുണ്ട്. അതുകൊണ്ടാണ് ജനിച്ചത്. എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരാൾ ജനിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ജനിച്ചു എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിന് കാരണം? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിന് കാരണം? ഇനി എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാനുണ്ട്, അതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പ്രാരബ്ധത്തിൻ്റെ കണക്കുകൾ ഉള്ളിടത്തോളം കാലം നമ്മൾ പേടിക്കേ വേണ്ട, ചാവില്ല, ഉറപ്പാ. കണക്ക് തീർന്നാലോ പിന്നെ ഒട്ടും പേടിക്കണ്ട, ജീവിക്കൂല്ല. അപ്പം ഈ ശരീരം ഉള്ളിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ വേവലാതിയും പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സുഖം ദുഃഖമുള്ളവർക്ക് അതൊരു ദുഃഖമാണ്. പക്ഷെ ദുഃഖമില്ലാത്തവർക്കൊരു ദുഃഖമുണ്ട്. എന്താ അറിയോ? ദുഃഖം എപ്പോഴാ വരിക എന്നുള്ള ദുഃഖം. ഇപ്പോ ഷുഗർ ഉള്ളവർക്ക് ഒരു ടെൻഷൻ ഉണ്ട്. എന്താ അത്? ഷുഗർ ഉള്ളവരുടെ ടെൻഷൻ അതൊരു നല്ല ടെൻഷനാണ്. കാരണം എന്താ അറിയോ? ഉണ്ടായിട്ടുള്ള ടെൻഷനാണ്. പക്ഷെ ഇല്ലാത്തവരുടെ ടെൻഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതെപ്പോഴാ വരിക, ഇതെപ്പോഴാ വരിക, ഇത് ഈ ഉള്ളതിനേക്കാൾ വലിയ വിഷമാണ് ഈ ഉണ്ടാവോ എന്നുള്ള ടെൻഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അസുഖമുള്ളവർക്ക് അസുഖത്തിൻ്റെ ടെൻഷനുണ്ട്, അസുഖമില്ലാത്തവർക്കോ എപ്പോഴാ ഇത് വരിക, എങ്ങനെയാ വരിക, ഒരു ചെറിയ ടെൻഷൻ വന്നാൽ അതായിരിക്കോ എന്നുള്ള ടെൻഷൻ അവർക്കും ഉണ്ട്. അപ്പം ദുഃഖമില്ലാത്ത ഒരാളും ഈ ലോകത്തിലില്ല എന്നിരിക്കെ, ജനിച്ചവർക്കൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാരബ്ധ ദുഃഖങ്ങളുണ്ട് എന്നിരിക്കെ, ദുഃഖം മാറാൻ നമ്മൾ ആരെ ആശ്രയിക്കണം? ദുഃഖമില്ലാത്ത ഒരാളെ ആശ്രയിക്കണം.
ആ ദുഃഖമില്ലാത്ത ആള് ജനന മരണമില്ലാത്ത ആളാവണം. ജനിച്ചുവോ ദുഃഖമുണ്ട്, മരിക്കും. ഉണ്ടായോ ഇല്ലാണ്ടാവും. എങ്കിൽ ജനന മരണമില്ലാത്ത, ആദ്യന്തമില്ലാത്ത ഒരു വസ്തുവിനെ, ഒരു ചൈതന്യത്തെ നമ്മൾ ആശ്രയിക്കണം. അങ്ങനെ ഒന്ന് സത്യം അഥവാ ഈശ്വരൻ. ആ ഈശ്വരനെ ആശ്രയിക്കൂ ദുഃഖം മാറാനായിട്ട്. ശരി, ഈശ്വരനെ ആശ്രയിക്കണം. പക്ഷേ ഈശ്വരനെ ആശ്രയിക്കണമെങ്കിൽ ആ ഈശ്വരനൊരു രൂപം വേണം, ഒരു നാമം വേണം, ഒരു ഗുണം വേണം, ഒരു സ്വഭാവം വേണം, ഒരു ലീല വേണം, ഒരു നാമം വേണം, അല്ലേ? എന്നാലല്ലേ നമുക്ക് ജപിക്കുക, കാണുക, കേൾക്കുക, പറയുക, തൊടുക, ഇതൊക്കെ കൊണ്ടല്ലേ നമുക്കൊരു വസ്തുവിനെ അറിയാൻ സാധിക്കുള്ളൂ. അവിടെ നേരത്തെ പറഞ്ഞ വിശ്വോൽപത്തിയാദി ഹേതുവായിരിക്കുന്ന പരമസത്യം എന്ന ചൈതന്യം നമുക്ക് വേണ്ടി രൂപനാമാദികളെ സ്വീകരിച്ച് പ്രപഞ്ചത്തെ അനുഗ്രഹിക്കുന്നു അവതാര ലീലകളിൽ കൂടിയിട്ട്. അപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഇപ്പം എന്തായി? അനേകം അവതാര കഥകളായി, ആ അവതാരങ്ങളുടെ രൂപങ്ങളായി, ആ അവതാരങ്ങളുടെ നാമങ്ങളായി, ആ അവതാരങ്ങളുടെ കീർത്തനങ്ങളായി. അപ്പോൾ ഇത്തരത്തിലുള്ളതായ ഭഗവാന്റെ കീർത്തനങ്ങളിൽ കൂടി, കഥകളിൽ കൂടി, അവതാര ലീലകളിൽ കൂടി പതുക്കെ പതുക്കെ ഈ താപത്രയങ്ങളെയും നമുക്കില്ലാണ്ടാക്കാം. അങ്ങനെ എല്ലാവർക്കും ആശ്രയിക്കാൻ വേണ്ടിയിട്ട്, ഏതൊരാൾക്കും ആശ്രയിക്കാൻ വളരെ എളുപ്പത്തിനു വേണ്ടി ഭാഗവതത്തിൽ ആദ്യം തന്നെ പറഞ്ഞു, ശ്രീകൃഷ്ണായ വയം നുമഃ. ദുഃഖങ്ങളെല്ലാം ഇല്ലാണ്ടാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കൃഷ്ണനെ ആശ്രയിക്കൂ. അതെന്തിനാ ഈ കൃഷ്ണനെ ആശ്രയിക്കാൻ പറയുന്നത് എന്നാണെങ്കിൽ, 125ഓളം വർഷം ഈ ഭൂലോകത്ത് നമ്മളെപ്പോലെ ജീവിച്ച ഒരു വ്യക്തിത്വം, പ്രാരബ്ധങ്ങളിൽ തളരാത്ത ഒരു മഹാത്മ്യം, അത് കൃഷ്ണനുണ്ട്, അല്ലേ? നമുക്കൊക്കെ കൃഷ്ണന്റെ കഥ അറിയാത്തവരുണ്ടാവില്ല. കൃഷ്ണൻ അനുഭവിച്ച ടെൻഷനും നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒന്ന് നോക്കിയാൽ ശരിക്കും നമ്മളാണ് കൃഷ്ണനെ പോലെ ചിരിക്കേണ്ടത്. കൃഷ്ണനാണ് നമ്മളെ പോലെ കരയേണ്ടത്. എന്താ അറിയോ? കൃഷ്ണന്റെ ജീവിതത്തിൽ ചിരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ജനിച്ചതേ നല്ലൊരു ഹോസ്പിറ്റലിലല്ല, കംസന്റെ കൽത്തുറുങ്കിനകത്താ ജനിച്ചത്. ജനിച്ച അന്നേക്കന്ന് സ്വന്തം അച്ഛനമ്മമാരെ പിരിയേണ്ടി വന്നു. പിന്നെ ഈ പശുക്കളെ മാടുമേച്ച് നടക്കുന്ന നാടോടി കുടുംബങ്ങളാ കൃഷ്ണനെ എടുത്തു വളർത്തിയത്. 6-ാം ദിവസം മുതൽ കൃഷ്ണനെ നശിപ്പിക്കാൻ പൂതന, ശകടാസുരൻ എന്നൊക്കെ പറഞ്ഞ് ദുഷ്ടന്മാര് വന്നു. ഇതൊക്കെ തളരാതെ നേരിട്ടു കൃഷ്ണൻ. ഇനി ഇതൊക്കെ പോട്ടെ, നമുക്കൊക്കെ ഒരു കല്യാണം കഴിച്ചാൽ മതി. അയ്യയ്യോ, പ്രാരബ്ധത്തിന് പിന്നെ വേറെ എവിടെയും പോണ്ട. കൃഷ്ണനോ എത്രയാ 16,000, 16,008, 16,108, എന്തായാലും 16,000-ത്തിലധികം ഭാര്യമാര്, ഇതിലൊക്കെ 10 വീതം മക്കള്. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുവോ കൃഷ്ണൻ താടിക്ക് കയ്യും കൊടുത്തിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു കൃഷ്ണനെ കണ്ടുവോ? അവസാന നിമിഷം ആലോചിച്ച് നോക്കൂ, അല്ലേ? നമുക്ക് നമ്മുടെ മക്കളൊന്ന് പറഞ്ഞാൽ അനുസരിക്കണില്ലെങ്കിൽ, അയ്യോ എൻ്റെ കുട്ടി പറഞ്ഞാൽ അനുസരിക്കണില്ല. അവസാനം കൃഷ്ണൻ്റെ മക്കള് കൃഷ്ണൻ പോലും പറഞ്ഞാൽ അനുസരിക്കാതെ മദ്യം സേവിച്ച് ലഹരിക്കടിമകളായി പരസ്പരം കലഹിച്ച് സ്വന്തം കുടുംബം നശിക്കുന്നത് വരെ കൃഷ്ണൻ കണ്ടു. പക്ഷേ അവിടെയും പുഞ്ചിരിച്ചുകൊണ്ട്, അല്ലേ? കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനൈത കണയാൽ കാൽത്താർവിണ്ട ദിനം വരെ
ഭഗവാന്റെ അവതാരം മുതൽ അവതാര സമർപ്പണം വരെ കൃഷ്ണന്റെ മുഖത്ത് മായാതെ മറയാതെ ആ പുഞ്ചിരി നിലനിന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ കൃഷ്ണനെ പോലെ ചിരിക്കാൻ പറ്റൂ? ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫറെ കാണുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയും സ്മൈൽ പ്ലീസ്. അപ്പോൾ നമ്മൾ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിക്കും, ഉള്ളിൽ പല ടെൻഷനും വെച്ച് പുറത്ത് പുഞ്ചിരിയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോൾ കൃഷ്ണൻ നമ്മളോട് പറയുന്നു, എല്ലാ പ്രാരബ്ധങ്ങളിലും തളരാതെ, ആ പ്രാരബ്ധങ്ങളിലൊന്നും തളർന്നു പോകാതെ പുഞ്ചിരിക്കാൻ പഠിക്കൂ. കൃഷ്ണൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശമാണത്. പ്രാരബ്ധം ജീവിതമുള്ളിടത്തോളം, ശരീരമുള്ളിടത്തോളം ഈ പ്രാരബ്ധങ്ങൾ ഉണ്ടാകുമെന്നും ആ പ്രാരബ്ധങ്ങളിൽ തളർന്നു പോകാതിരിക്കാനൊരു വഴി മനസ്സിനെ ഇത്തരത്തിലുള്ള ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് ചേർത്ത് നിർത്തലാണ് എന്നും നമ്മളെ ഉപദേശിക്കുന്നു ഭഗവാന്റെ ലീലകൾ. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ ആശ്രയിക്കൂ. കാരണം മുഖം കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ? സ്വതവേ പറയും നമ്മൾ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയും അല്ലേ? ചിലരുടെ മുഖം കണ്ടാൽ മതി നമുക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കണ്ട. എന്തേ? ആ മുഖം കണ്ടാക്ക് ടെൻഷൻ തുടങ്ങും. അങ്ങനെ മുഖത്ത് ടെൻഷനുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ആരെയും പരിചയമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഇരുന്നാൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ട് എന്നൊക്കെ എനിക്ക് ഇവിടുന്ന് മനസ്സിലാവും. ഇപ്പോൾ കുറേ ആൾക്ക് നല്ല ടെൻഷനുണ്ട്. എന്താ അറിയോ? ഇപ്പം തന്നെ 7:45. ഇയാളിതിന് എത്ര മണിക്കാണ് നിർത്തുക ഇല്ലേ? ഇതെപ്പോഴാണ് ഇത് അവസാനിപ്പിക്കുക? ഇതൊക്കെയാണ് ടെൻഷൻ. അതൊക്കെ മനസ്സിലാവും ഇവിടുന്നിരുന്നാൽ. അപ്പോൾ അധികമൊന്നും വൈകിക്കില്ല, ഞാനൊന്ന് തുടക്കം പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ ഏതായാലും ഇവിടെ ആ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിക്കുക, ഈശ്വരനെ ആശ്രയിക്കുക. ശരി, അതിനിപ്പോൾ സപ്താഹത്തിൻ്റെ ആവശ്യമുണ്ടോ? ആചാര്യനൊന്ന് പറയൂ, ഞങ്ങൾ ഇപ്പോൾ പോയി ആശ്രയിക്കാം. അങ്ങനെ ആശ്രയിക്കരുത്. ഒരാളുടെ പ്രഭാഷണം കേട്ടിട്ടോ ഒരു പുസ്തകം വായിച്ചിട്ടോ ഒന്നും നിങ്ങൾ കൃഷ്ണനെ ആശ്രയിക്കണ്ട. കൃഷ്ണൻ ആരാണ് എന്നറിയൂ, ഭഗവാൻ ആരാണ് എന്നറിയൂ, എന്നിട്ട് ഭഗവാനെ ആശ്രയിക്കൂ. ആ അറിവ് നമുക്ക് തരാനാണ് ശ്രീമദ് ഭാഗവതം. നൈമിഷാരണ്യം എന്ന പുണ്യഭൂമിയിൽ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് മുൻപിൽ ഉഗ്രശ്രവസ് എന്ന ഭാഗവതാചാര്യൻ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നു. നാരദ മഹർഷിയുടെ ഒരു ദുഃഖത്തെ പറഞ്ഞുകൊണ്ട് 2 കഥകളാണ് ഈ ഭാഗവത മഹാത്മ്യത്തിൽ പ്രധാനമായും പറയുന്നത്. അതിലൊന്നിനെ നമുക്ക് വിസ്തരിക്കാം, ഒന്നിനെ ചുരുക്കാം. പരമാവധി 15 മിനിറ്റിനുള്ളിൽ നമുക്ക് പ്രഭാഷണം അവസാനിപ്പിക്കാം. ഇപ്പോൾ കുറേ സമാധാനം കിട്ടിയില്ലേ? സമയം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് സമാധാനമായി. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ലോകത്ത് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ശ്രീനാരദ മഹർഷിയുടെ ഒരു ദുഃഖത്തിൻ്റെ കഥയാണ്. കലിയുഗം ആരംഭിച്ചു. കൃഷ്ണാവതാരം എപ്പോൾ അവസാനിച്ചുവോ ആ നിമിഷം മുതൽ, ആ ദിവസം മുതൽ ഇവിടെ കലിയുഗം ആരംഭിച്ചപ്പോൾ നാരദ മഹർഷി ഈ കലിയുഗം കാണാൻ വേണ്ടിയിട്ടൊന്ന് ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. അദ്ദേഹത്തിന് കണ്ട കാഴ്ചകൾ, കലിയുഗത്തിൽ സത്യത്തിന് വിലയില്ല, മനഃശുദ്ധിയില്ല, തപസ്സില്ല, ദാനധർമാദികളില്ല എന്നു മാത്രമല്ല, തീർത്ഥാടന കേന്ദ്രത്തിൽ പോലും കലിയുഗത്തിൽ സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ നാരദ മഹർഷി സഞ്ചരിക്കുമ്പോഴാണ് വൃന്ദാവനം എന്ന പുണ്യഭൂമിയിലെത്തിയത്. ഈ വൃന്ദാവനത്തിൽ വെച്ച് നാരദരൊരു കാഴ്ച കണ്ടു. ഒരു സുന്ദരി അവിടെ ഇരിക്കുന്നു. ആ സുന്ദരിയുടെ മടിയിൽ 2 പട്ടുവൃദ്ധന്മാർ കിടക്കുന്നു. നാരദര് ഈ സുന്ദരിയെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ആരാ നീ ചോദിച്ചപ്പോൾ ആ സുന്ദരി പറഞ്ഞു, ഹേ നാരദ മഹർഷേ, ഞാൻ ഭക്തിദേവിയാണ്. അപ്പം നിന്റെ മടിയിൽ കിടക്കുന്നതാരാ? എൻ്റെ മക്കളാണ്, ഭക്തിദേവിയുടെ മക്കളാണ് പടുവൃദ്ധന്മാര്, അമ്മ ചെറുപ്പക്കാരിയും. ഇതെന്താ ഇങ്ങനെ?
ഇപ്പം പറഞ്ഞു കാലയോഗേന, കലിയുഗം ബാധിച്ചതാ. ഞാനും കലിയുഗം ബാധിച്ച വാർദ്ധക്യത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടിക്കളിച്ച വൃന്ദാവനം എന്ന പുണ്യഭൂമിയുടെ മാഹാത്മ്യം കൊണ്ട് ഞാൻ ചെറുപ്പത്തിലേക്ക് എത്തി. പക്ഷേ എൻ്റെ മക്കളുടെ കാര്യം വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്താ ഇവരുടെ പേര്? ഒരാളുടെ പേര് ജ്ഞാനം, മറ്റേ ആളുടെ പേര് വൈരാഗ്യം. അപ്പോൾ വ്യാസമഹർഷി ഇവിടെ നമുക്കൊരു ചിത്രം വരച്ചു തന്നു. ഭക്തീദേവിയുടെ മടിയിൽ പടുവൃദ്ധന്മാരായ ജ്ഞാനവും വൈരാഗ്യവും. അപ്പം ഇത് വെറും ഒരു ചിത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഈ കലിയുഗത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് കാണിച്ചു തരികയാണ് അല്ലേ? പ്രതീകാത്മകമായിട്ടൊരു ചിത്രം. എന്താ ഈ ചിത്രത്തിൽ? ചെറുപ്പക്കാരിയായ ഭക്തി, പടുവൃദ്ധന്മാരായ മക്കള്, ജ്ഞാനവും വൈരാഗ്യവും. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്, ഭക്തി കലിയുഗത്തിൽ ചെറുപ്പായിട്ട് വരുമെന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ ഭക്തി കൂടി വരും അല്ലേ? ഭക്തി ഇപ്പൊ കൂടുകയാണോ കുറയാണോ? എന്താ അഭിപ്രായം? ഭക്തി കൂടുകയാണ് അല്ലേ? ചില ഭക്തിയൊക്കെ കണ്ടാൽ നമുക്ക് പേടിയാവും. പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പോൾ. ഭക്തി വല്ലാണ്ട് കൂടുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഭക്തി കൂടിയിട്ടും ലോകത്തിൽ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? നമ്മൾ തന്നെ ചിലപ്പോൾ സംശയിക്കാറില്ലേ? ഗുരുവായൂരിലും ശബരിമലയിലൊക്കെ എത്ര ആൾക്കാർ, എത്ര സപ്താഹയജ്ഞം നടക്കുന്നു, എത്ര ക്ഷേത്രങ്ങളിപ്പോൾ ഗംഭീരായിട്ട് ഉത്സവങ്ങളും അന്നദാനവും ഒക്കെ നടക്കുന്നു. ഇത്രയൊക്കെ ഭക്തന്മാർ ഈ ലോകത്തുണ്ടായിട്ടും അനുഭവം എന്താ അല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കൂ. പണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ അസുഖത്തിനും ഒറ്റ ഡോക്ടർ മതി, പോരെ? ആ ഡോക്ടർ ഒരു വെള്ള ഗുളിക തന്നാൽ, ആ ഡോക്ടർ ഒരു ചുവന്ന വെള്ളം തന്നാൽ, ആ ഡോക്ടർ ഒരു ചുവന്ന ഗുളിക കൊടുത്താൽ എല്ലാ സുഖമായിട്ടും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ പാർട്സിനും ഓരോ ഡോക്ടറാണ്. വലത്തെ കണ്ണിനൊരു സ്പെഷ്യലിസ്റ്റ്, ഇടത്തെ കണ്ണിന് വേറൊരു സ്പെഷ്യലിസ്റ്റ്, അത്ര വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയും നമ്മൾ ഹോസ്പിറ്റലുകളും ടെക്നോളജികളും ആശുപത്രിയിലെ സൗകര്യങ്ങളും ഡോക്ടർമാരും ഒക്കെ വർദ്ധിക്കുമ്പോൾ ശരിക്കും അസുഖം കൂടണോ കുറയണോ? ഇത്രയും സൗകര്യവും മരുന്നുകളും ചികിത്സകളും കൂടുമ്പോൾ രോഗികൾ കൂടുകയാണോ വേണ്ടത്, കുറയാണോ വേണ്ടത്? ശരിക്കും കുറയാണ് വേണ്ടത്. പക്ഷേ കൂടുതൽ ചെയ്യണത്. അപ്പം നമുക്ക് ഉറപ്പിക്കാം എന്തോ പ്രശ്നമുണ്ട്. ഇതുപോലെ ഭക്തി കൂടുന്നുണ്ട്, എന്നിട്ടും ലോകത്തിൽ അനുഭവം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ ഭക്തിക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതാണ് വ്യാസമഹർഷി വരച്ച് തന്ന ചിത്രം. നമ്മുടെ ഭക്തി കൊണ്ട് നമുക്ക് അനുഭവം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭക്തി കൊണ്ട് എന്തോ പ്രശ്നമുണ്ട്. എന്താ ഭക്തിയുടെ പ്രശ്നം? പ്രശ്നം ഇതാണ്, ജ്ഞാനവും വൈരാഗ്യവും കുറഞ്ഞുപോയി എന്നുള്ളതാണ്. ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധന്മാരായിപ്പോയി. എന്താ ജ്ഞാനം എന്ന് പറഞ്ഞാൽ? അറിവ് അല്ലേ? ഭക്തിയുണ്ട് നമുക്ക്, പക്ഷേ എന്തിനാണ് ഭക്തി എന്നോ, ആരാണ് ഭക്തനെന്നോ, എന്താണ് ഭഗവാനെന്നോ അറിവില്ല അല്ലേ? മുമ്പേ ഗമിക്കും ബഹുഗോവു തൻ്റെ എന്ന് പറയണത് പോലെ മുൻപിലുള്ള പശു അങ്ങോട്ട് നോക്കി കടിച്ചു, പിറകിലുള്ള പശുവും കടിച്ചു. ഇതുപോലെ നമ്മളും പല ആചാരങ്ങളും ചെയ്യുന്നുണ്ട്, പലതും കളിക്കുന്നുണ്ട്. പക്ഷേ എന്തിനാ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയോ? നമുക്ക് ഈ നിരീശ്വരവാദികളുണ്ടല്ലോ, നിരീശ്വരവാദികളില്ലേ, യുക്തിവാദികൾ, ഈശ്വരനില്ല എന്ന് പറയുന്ന ആൾക്കാർ, അവർ പറഞ്ഞോട്ടെ, അത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, അവർ കുറച്ചും കൂടി ഡീസൻ്റാണ് നമ്മളെക്കാളും. എന്താ അറിയോ? അവരില്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കണുണ്ട്. നമ്മളോ? ഉണ്ടാവില്ലേ? ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമോ? ഉണ്ടായാൽ മതിയായിരുന്നു. ഉണ്ടാവണേ
ഇപ്പോഴും നമ്മുടെ അവസ്ഥ ഇതാ. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയോ, പരീക്ഷ ജയിച്ചാലൊരു പാൽപ്പായസം കഴിപ്പിക്കാം എന്നല്ലാണ്ട് പാൽപ്പായസം കഴിപ്പിച്ചിട്ടൊരു പരീക്ഷയ്ക്ക് പോകാൻ ഇപ്പോഴും നമുക്ക് അത്ര ധൈര്യമില്ല. എന്തേ, പാൽപ്പായസം അങ്ങ് കഴിപ്പിക്കുകയും ചെയ്തു, പരീക്ഷ ഞാനങ്ങ് തോക്കുകയും ചെയ്തു വെച്ചാൽ പായസത്തിൻ്റെ 80 ഉറുപ്പ്യ പോയില്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭഗവാനിൽ ഉറപ്പ് വരാത്തതെന്നറിയോ? ജ്ഞാനം, അറിവിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പം അറിവ് കുറയുമ്പോൾ, ജ്ഞാനം കുറയുമ്പോൾ നമുക്ക് തന്നെ ഭഗവാനിലുള്ള ഉറപ്പ് കുറയും. അപ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പോവാത്ത അമ്പലില്ല, ഞാൻ ജപിക്കാത്ത നാമില്ല, എന്നിട്ടോ എനിക്ക് എന്തൊക്കെയോ പ്രശ്നം. എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആള് അമ്പലത്തിലും പോകണില്ല, നാമവും ജപിക്കുന്നില്ല, എന്നിട്ടോ അയാൾക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തിനാ ഭക്തി? ആരാണ് ഭക്തൻ അല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ ഭക്തന്മാരാണ് എന്ന് സമാധാനിക്കണുണ്ടല്ലോ. എങ്ങനെയാ സമാധാനിക്കണത്? അമ്പലത്തിൽ പോയാൽ ഇടയ്ക്കിടയ്ക്ക് മൈക്കിൽ കൂടി വിളിക്കണത് കേൾക്കാം. എന്ത്? ഭക്തജനങ്ങളെ, ഭക്തജനങ്ങളെ. അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ നമ്മൾ നോക്കും, എന്നെ വിളിച്ചു. നമ്മൾ ഭക്തനാണെന്ന് ഇപ്പം ആരാ തീരുമാനിച്ചത്? നമ്മൾ ഭക്തനാണെന്ന് ആരാ തീരുമാനിച്ചത് അല്ലേ? ഞാൻ തന്നെ ഒരു ഷാല് കഴുത്തിലിട്ട്, ഞാൻ തന്നെ രുദ്രാക്ഷമാലയിട്ട്, ഞാൻ തന്നെ ചന്ദനവും ഭസ്മവും തൊട്ട്, ഞാൻ തന്നെ എന്നെ അല്ലേ, ഏത് സിനിമയിൽ പറയണില്ലേ, ഞാൻ തന്നെ എന്നെ വിമൽകുമാർ എന്നാ വിളിക്കാന്ന്. അതുപോലെ ഞാൻ തന്നെ എന്നെ ഭക്തൻ ഭക്തൻ എന്ന് കൊണ്ട് നടക്കുക ഇപ്പോൾ. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ഭക്തൻ? എന്തിനാണ് ഭക്തി? നമ്മളോടൊരാൾ ചോദിക്കുക, ഭക്തി ഇല്ലാത്തവർ ഈ ലോകത്ത് ജീവിക്കണില്ലേ? അമ്പലത്തിൽ പോവാത്തവർ, നാമം ജപിക്കാത്തവർ, ഭാഗവതം കേൾക്കാത്തവരൊക്കെ ജീവിക്കണുണ്ട്. ഈ പറഞ്ഞാൽ എല്ലാ സുഖവും അവർക്ക് കിട്ടണമുണ്ട്. പിന്നെ നമുക്ക് എന്തിനാ ഭക്തി? അപ്പം നമ്മൾ അറിയണം എന്തിനാണ് ഭക്തി, ആരാണ് ഭക്തൻ, ആരാണ് ഭഗവാൻ. ഈ അറിവിനെയാണ് ജ്ഞാനം എന്ന് വിളിക്കുക. അങ്ങനെ ഈശ്വരനെ അറിയുമ്പോൾ ഈ ലോകത്തിൽ നാശമില്ലാത്ത ആ ചൈതന്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. ബാക്കിയെല്ലാം നാളെ നശിക്കുന്നതാണ് എന്നൊരു ചിന്ത നമ്മളിൽ വരും. അപ്പോൾ നശിക്കുന്ന വസ്തുക്കളെ വിട്ട് നാശമില്ലാത്ത ഈശ്വരനെ ആശ്രയിക്കാനായി നമുക്ക് സാധിക്കും. അതിനെ വൈരാഗ്യം എന്ന് വിളിക്കും. അപ്പോൾ ഭക്തി അതിൻ്റെ പരിപൂർണ അനുഭവത്തിലേക്ക് എത്തണമെങ്കിൽ ജ്ഞാനവും വൈരാഗ്യവും ഉണരണം. ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ എന്താണ് വഴി? ഇവരുടെ വാർദ്ധക്യം കളഞ്ഞ് അവരെ ചെറുപ്പക്കാരായി മാറ്റാൻ എന്താ വഴി എന്ന് ഭക്തിദേവി നാരദരോട് ചോദിച്ചപ്പോൾ സനകാദികള് എന്ന പേരുള്ള 4 ഋഷീശ്വരന്മാര് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം. വേദത്തിൻ്റെ സാരമായ ഭാഗവതം. സർവവിധത്തിലും ഈ ഭാഗവതത്തെ നിങ്ങളൊന്ന് ഉപദേശിക്കണം. ഭാഗവതത്തിൽ കൂടി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ നിങ്ങൾക്ക് പുഷ്ടിപ്പെടുത്താൻ പറ്റും. പണ്ട് ദുന്ധുകാരി എന്ന പേരുള്ള ഒരു പരമദുഷ്ടൻ ചെയ്തതായ ദുഷ്കർമ്മങ്ങളുടെ ഫലമായി പ്രേതാവസ്ഥയെ പ്രാപിച്ചപ്പോൾ ആ പ്രേതാവസ്ഥയിൽ നിന്ന് പോലും ഭാഗവത ശ്രവണം കൊണ്ട് മുക്തി കിട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പ്രേതഭാവത്തിലിരിക്കുന്ന ഒരു ജീവന് പോലും മോക്ഷത്തെ കൊടുക്കാൻ ഭാഗവത കഥകൾക്ക് സാധിക്കും, ഭാഗവതത്തിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇപ്പോൾ പ്രേതമായിട്ടില്ല അല്ലേ? അസ്സലായിട്ട് കേൾക്കാനും കാണാനും ഇരിക്കാനും നമസ്കരിക്കാനും സേവിക്കാനും പറ്റുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളും ഈശ്വരനെ ഭംഗിയായിട്ട് ആശ്രയിക്കേണ്ടവരാണ്. ദുന്ധുകാരി എന്ന ആ ഒരു പ്രേതാവസ്ഥയിലിരിക്കുന്ന ജീവൻ ഭാഗവതം മാത്രമേ ഇനി തനിക്ക് രക്ഷയുള്ളൂ എന്ന ഭാവത്തിൽ ആശ്രയിച്ചപ്പോൾ വൈകുണ്ഠസ്വരൂപനായ നാരായണന്റെ രൂപത്തിലേക്ക് എത്തി വൈകുണ്ഠലോകത്തിലേക്ക് പോയി എന്നാണ് ഭാഗവതത്തിൽ പറയുന്ന കഥ. അപ്പോൾ അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈ പറയുന്നതായ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളെ വേണ്ടതുപോലെ പുഷ്ടിപ്പെടുത്തി നമുക്ക് ജീവിതത്തിൽ ഈശ്വരൻ്റെ ഭക്തി കൊണ്ട് എന്താ അനുഭവം അത് നമുക്ക് സാധിക്കും, അനുഭവിക്കാം എന്നാണ് വർണ്ണിക്കുന്നത്.
ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്നു. ശ്രീനാരദ മഹർഷിക്ക് സനകാദികൾ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പാടിക്കൊടുക്കുമ്പോഴേക്ക് തന്നെ ഭക്തീദേവി ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ആ കുട്ടികളെയും എടുത്തുകൊണ്ട് അവിടേക്ക് കയറി വന്നു എന്നാണ്. അപ്പോൾ ഭാഗവത മാഹാത്മ്യം കൊണ്ട് തന്നെ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ സാധിക്കും എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു. ആ ഭാഗവതമാണ് നാളെ മുതൽ 7 നാളുകളിലായി ഈ യജ്ഞവേദിയിൽ, ഈ അങ്കണത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഒരു ഗംഗയാണ്. ഭഗവാന്റെ പാദ തീർത്ഥമാണ് ഗംഗ. ആ ഗംഗയിൽ ഒന്ന് കുളിച്ചാൽ പുണ്യം, ആ ഗംഗയെ ഒന്ന് കണ്ടാൽ പുണ്യം, ആ ഗംഗാതീർത്ഥം ഒന്ന് കുടിച്ചാൽ പുണ്യം. പക്ഷെ നമുക്കൊന്നും ആ ഗംഗയുടെ അടുത്തേക്ക് പോവാനോ കുളിക്കാനോ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. എങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി കലിയുഗത്തിൽ ഭഗവാൻ നൽകിയ മറ്റൊരു ഗംഗയാണ് ഭാഗവത കഥാഗംഗ. നാളെ മുതൽ 7 ദിവസങ്ങളിലായി ഈ യജ്ഞവേദിയിൽ ഭാഗവത കഥാഗംഗ ഒഴുകുമ്പോൾ നമ്മളും ഈ കഥാഗംഗയിലേക്ക് വരിക, ഇതിൽ ഹൃദയം കൊണ്ടൊന്ന് മുങ്ങി കുളിക്കുക. 7-ാം ദിവസം ഈ ഒരു യജ്ഞം കഴിയുമ്പോഴേക്കും ഒരൽപ്പമെങ്കിലും ഭാഗവത കഥാതീർത്ഥം നമ്മുടെ ഹൃദയപാത്രത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കണം. അത്തരത്തിൽ ഭംഗിയായി ഈ ഒരു യജ്ഞത്തെ ഗുരുവായൂരപ്പൻ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ഭാഗവത യജ്ഞത്തിൻ്റെ 1-ാം ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഇപ്പോൾ ഒരു വീട് കെട്ടുകയാണെങ്കിൽ അതിൻ്റെ ആ ഫൗണ്ടേഷൻ അല്ലെ, തറക്കല്ലിടൽ പ്രധാനമാണല്ലോ. അതുപോലെ ഭാഗവത സൗധം അതിൻ്റെ ആദ്യത്തെ സുദിനമാണ് നാളെ. അപ്പോൾ നാളെ 1-ാം ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി നാളെ വൈകുന്നേരം ഞാൻ പറയും 2-ാം ദിവസമാണ് പ്രധാനപ്പെട്ടതെന്ന്, മറ്റന്നാൾ പറയും ശരിക്കും 3-ാം ദിവസമാണ് പ്രധാനപ്പെട്ടതെന്ന്. കാരണം ഭാഗവതം എല്ലാ ദിവസവും പ്രധാനപ്പെട്ടതായതുകൊണ്ട്. നാളെ ഭാഗവത ഉൽപ്പത്തി മുതലാണ് നമ്മൾ തുടങ്ങുക. വ്യാസമഹർഷി ഭാഗവതം രചിക്കാനുണ്ടായ കാര്യകാരണങ്ങളെ കൂടി പറഞ്ഞ് പാണ്ഡവന്മാരുടെ ചരിതത്തെ പാടി പാണ്ഡവമാതാവായ കുന്തിദേവിയും ഭീഷ്മപിതാമഹരുമൊക്കെ ഭഗവാനെ സ്തുതിക്കുന്ന രംഗങ്ങളെ പാടി പരീക്ഷിത്ത് എന്ന രാജാവിൻ്റെ കഥ, ആ പരീക്ഷത്തിന് ബ്രഹ്മശാപമേറ്റ് ഗംഗാതീരത്തേക്ക് എത്തുമ്പോൾ വ്യാസമഹർഷിയുടെ മകനായ ശ്രീശുകബ്രഹ്മർഷി എന്ന ആത്മാരാമനായ ഗുരുനാഥൻ പരീക്ഷത്തിന് മരണഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ, മൃത്യുഭാവത്തിൽ നിന്ന് രക്ഷ നേടാൻ ഭാഗവതത്തെ ഉപദേശിക്കുന്നു. അവിടെ സൃഷ്ടിലീലകളെ പറയുമ്പോൾ ഭഗവാന്റെ വരാഹ അവതാരം, ഹിരണ്യാക്ഷവധം തുടങ്ങിയ രംഗങ്ങളാണ് നാളെ നമ്മൾ യജ്ഞവേദിയിൽ അനുസ്മരിക്കുക. നാളത്തെ കഥാഭാഗങ്ങൾ ഇത്രയുമാണ്. ഇനി സമയക്രമം കൂടി പറയാം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇവിടെ വിഘ്നേശ്വരന് വിശേഷാൽ ഗണപതി ഹോമം നടക്കുന്നുണ്ട്. ഉദ്ദേശം 5 മണി കഴിഞ്ഞ് 5:30 ഗണപതി ഹോമം ആരംഭിക്കും. 6 മണിയോടെ ഗണപതി ഹോമത്തിൻ്റെ ആ ദീപാരാധന കഴിഞ്ഞാൽ 6:15 നമ്മൾ യജ്ഞം ആരംഭിക്കും. ഗണപതി ഹോമത്തിൻ്റെ ദീപാരാധന കഴിഞ്ഞ് പ്രസാദം വാങ്ങിയാൽ നമ്മൾ യജ്ഞം ആരംഭിക്കും. വിഷ്ണു സഹസ്രനാമ ജപത്തോടു കൂടിയിട്ടാണ് യജ്ഞം ആരംഭിക്കുക. എന്താണ് സഹസ്രനാമം, എന്തിനാണെന്നൊക്കെ കുറേ ആൾക്കാർക്കറിയാം. എങ്കിലും നാളെ ഭീഷ്മപിതാമഹര് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് പാണ്ഡവന്മാർക്ക് സഹസ്രനാമത്തിൻ്റെ മാഹാത്മ്യം ഉപദേശിക്കുന്ന രംഗത്തിൽ നമുക്കത് വിസ്തരിച്ച് കേൾക്കാം. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ആ സഹസ്രനാമ പാരായണത്തിൽ വന്നു ചേരണം. നമുക്കെല്ലാവർക്കും ഒപ്പം ചൊല്ലാം. പുസ്തകമില്ലാത്തവർക്ക് പുസ്തകം ഉണ്ടെങ്കിൽ അത് നോക്കി ചൊല്ലാം, അറിയുന്നവർക്കൊപ്പം ചൊല്ലാം. വിഷ്ണു സഹസ്രനാമ പാരായണം കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും പുഷ്പം തന്ന് ഭാഗവത ഗ്രന്ഥത്തിലേക്ക് അർച്ചിച്ച് നമസ്കരിക്കുന്ന ഭാഗവത അർച്ചന ഗ്രന്ഥ നമസ്കാരം. അത് കഴിഞ്ഞാൽ ഇവിടെ ഭാഗവത പാരായണം ആരംഭിക്കും. ഭാഗവതം വ്യാസ വിരചിതമായ ഭാഗവത മൂലഗ്രന്ഥമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. മൂലഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം എല്ലാം ഭാഗവതം
ഗ്രന്ഥം ഏതായാലും അതിന് പ്രാധാന്യമുണ്ട്. എങ്കിലും മൂലഗ്രന്ഥം അത് മന്ത്രസംഹിത കൂടിയാണ്. വേദസാരമാണ് ഭാഗവതം എന്നു മാത്രമല്ല മന്ത്രസാരം കൂടിയാണ് ഭാഗവതം. ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ സത്യം പരം ധീമഹി എന്ന ആ പ്രാർത്ഥനയോടെയാണ്. മന്ത്രങ്ങളുടെ മാതാവാണ് ഗായത്രി മന്ത്രം അല്ലേ? സൂര്യ ഗായത്രി എന്നാണ് ഇപ്പോൾ ഈ വീടിൻ്റെ പേര് തന്നെ. അപ്പോൾ ഗായത്രി മന്ത്രം, ആ ഗായത്രി മന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ധീമഹി എന്നുള്ളതാണ്. ആ ധീമഹി എന്ന പ്രാർത്ഥനയോടെയാണ് ഭാഗവത് ആരംഭിക്കുന്നത്. 7-ാം ദിവസം അവസാനിക്കുന്നതും ധീമഹി, സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഭാഗവത മന്ത്രം, വേദസാരമായ ഭാഗവത മന്ത്രം, അത് ഈ മൂലഗ്രന്ഥത്തിൽ നമ്മൾ കേൾക്കുന്നത് ഒരു മന്ത്രോച്ചാരണം പോലെ, ഒരു വേദമന്ത്രം ഉരുവിട്ട് കേൾക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതമാണ്, മനസ്സിലാവണില്ല എന്ന് വിചാരിച്ച് നമ്മൾ കേൾക്കാണ്ടിരിക്കേണ്ട. കാരണം ശബ്ദ തരംഗങ്ങൾക്കൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വേദമന്ത്രത്തിനും അല്ലേ, ഓംകാരത്തിനും ഒരു മണിനാദത്തിനും ഒക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ടെങ്കിൽ ഇവിടെ ഭാഗവത മന്ത്രങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഭാഗവത മൂലഗ്രന്ഥ പാരായണം, അതിനെ കേൾക്കുക അല്ലേ. നമ്മളിപ്പോൾ പാരസെറ്റമോൾ എടുത്ത് കഴിക്കണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ കഴിക്കണത്. അത് ഉള്ളിലെത്തുമ്പോൾ അതിൻ്റെതായ എഫക്റ്റ് നമുക്ക് കിട്ടണുണ്ടല്ലോ. അതുപോലെ ഈ ഭാഗവത മൂലഗ്രന്ഥത്തിലെ ശ്ലോകങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ അതിൻ്റെതായ ഫലം തരാനുള്ള കഴിവുകളുണ്ട്. മന്ത്രധ്വനികളാണ്. കിളിപ്പാട്ട് എന്ന് പറയുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ നമുക്ക് മനസ്സിലാക്കാനുള്ള അർത്ഥമാണ് അതാണ്. അപ്പോൾ കിളിപ്പാട്ട് മോശം എന്നല്ല. എഴുത്തച്ഛൻ അതിൽ കുറച്ചുകൂടി ഭക്തിയെ പ്രസരിപ്പിച്ച് ഭക്തിയെ ചേർത്ത് നമുക്ക് മനസ്സിലാക്കി തരാനാണ് അതിനെ കിളിപ്പാട്ടായി എഴുതിയത്. നമുക്കിപ്പോൾ ഇവിടെ ആധാരമായിരിക്കുന്ന മൂലഗ്രന്ഥം തന്നെയാണ് പാരായണം ചെയ്യുന്നത്. ആ പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് എന്ത്? പ്രഭാഷണം. അപ്പോൾ യജ്ഞത്തിൽ സ്വതവേ പാരായണത്തിനാണ് പ്രാധാന്യം. അത് കേൾക്കലാണ് ഏറ്റവും പ്രധാനം. അപ്പം പ്രഭാഷണം എന്തിനാ? കേട്ട ഭാഗങ്ങൾ മനസ്സിലാക്കാനാണ് പ്രഭാഷണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ നിർത്തും. നാളെ മുതൽ 7 ദിവസങ്ങൾ ഇവിടെ ഇരിക്കണ ആർക്കെങ്കിലും എൻ്റെ പ്രഭാഷണം ബോറടിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിർത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ അപ്പോൾ ഞാൻ നിർത്തി സഹകരിക്കുന്നതായിരിക്കും എന്ന് ഒരു മുൻകൂർ ജാമ്യം അല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ നിർത്തിയാൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക വേറെ ആരോ പ്രഭാഷണം തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ നിർത്തിയതെന്ന്. അപ്പോൾ പറഞ്ഞു വന്നത്, കേൾക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭാഷണം. അത് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കഴിവിനും അറിവിനുമനുസരിച്ച് അത് ഭഗവാൻ വേണ്ടതുപോലെ പറയാൻ അനുഗ്രഹിക്കട്ടെ. ഏതായാലും നാളെ 6:15 രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 6:30 നമുക്ക് സമർപ്പണം. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ ഭാഗവത പാരായണം, പ്രഭാഷണം, നാമസങ്കീർത്തനം, ഇതുമാത്രം. ടെൻഷൻ അടിക്കണ്ട. 8:30 ചായക്ക് നിർത്തും. 9:15 വരെ, 1 മണി മുതൽ 2:15 വരെ ഇടവേള, 4 മണി മുതൽ 4:30 വരെ ഇടവേള അല്ലേ. ഒറ്റ വാക്ക് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഒന്ന് വേവലാതിപ്പെടേണ്ട വെച്ചിട്ടാണ് അത് പറഞ്ഞത്. കാരണം എവിടെയോ ഒരു സ്ഥലത്ത് ഭാഗവത ഇതേപോലെ മാഹാത്മ്യം, തലേ ദിവസം ഏതോ ഒരു ക്ഷേത്രത്തിൽ മാഹാത്മ്യത്തിന് ഞാൻ പറഞ്ഞു രാവിലെ 6:30 മുതൽ 8:30 വരെ ഭാഗവത പാരായണം, പ്രഭാഷണം, 1 മണി വരെ ഭാഗവത പാരായണം, പ്രഭാഷണം, 4 മണി വരെ പാരായണം, 4:30 മുതൽ 6:30 വരെ പാരായണം, പ്രഭാഷണം. ഇത് കേട്ടപ്പോഴാണ് ഒരാൾ ഇത് കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, അപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാവില്ലേ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ചില ആൾക്കാർ ഈ മാഹാത്മ്യ ദിവസം വരുന്നത് തന്നെ നാളെ മുതലുള്ള ഇൻ്റർവെല്ലിൽ സമയം അറിഞ്ഞാൽ ആ സമയത്ത് വന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പം അടുത്ത സപ്താഹത്തിന് ഞാൻ എന്തു പറഞ്ഞു വെച്ചാൽ ഭക്ഷണത്തിൻ്റെ സമയം മാത്രം പറഞ്ഞു.
8:30 മുതൽ 9:15 വരെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചഭക്ഷണം, 4 മണിക്ക് വൈകുന്നേരത്തെ ഭക്ഷണം. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേറൊരാൾ എന്നോട്, ആ നാട്ടിലുള്ള ഒരാൾ വന്നിട്ട് ചോദിച്ചു, അപ്പോൾ ഭാഗവതമൊന്നും ഉണ്ടാവില്ലേ? അതിനുശേഷം എല്ലാ സ്ഥലത്ത് പോയാലും ഞാൻ ഭക്ഷണത്തിൻ്റെ സമയവും പറയും, ഭാഗവതത്തിൻ്റെ സമയവും പറയും. രണ്ടും നമുക്ക് ഭഗവാൻ തരുന്ന പ്രസാദമാണ്. അത് എല്ലാം വേണ്ടതുപോലെ സ്വീകരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഗൃഹത്തിൽ നടത്തുന്നതാണ്, അതുകൊണ്ട് എന്നെ ക്ഷണിച്ചിട്ടില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഭാഗവതം അത് നടത്തുന്നത് ഭഗവാനാണ്, അത് നമുക്ക് വേണ്ടിയാണ് ഭഗവാൻ നടത്തുന്നത്. അതിന് ഈ ഗൃഹത്തിലെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബം നിമിത്തമായി എന്നുള്ളത് അവരുടെ ഒരു സുകൃതം, അവരുടെ ഒരു പുണ്യം. നമുക്കും ആ ഒരു പുണ്യം ലഭിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുക എന്നു മാത്രമല്ല, നമ്മുടെ പൂർവികന്മാർ, എനിക്ക് ഏറ്റവും സന്തോഷമായത് ഇവിടെ സ്വാഗതം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, നമ്മുടെ പൂർവികന്മാർ മുഴുവൻ ഭാഗവത യജ്ഞവേദിയിൽ വന്ന് സാന്നിധ്യം ചെയ്യുന്നതാണ്. സർവതരത്തിലും എവിടെയോ അവരൊക്കെ ചെയ്തതായ ഒരു പുണ്യം, ആ പുണ്യം കൂടിയാണ് നമ്മളെ ഇങ്ങനൊരു സൽക്കർമ്മത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമായില്ല, ആ വിചാരത്തിനൊരു ആധാരം ഉണ്ടാവണം, ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് പൂർവികന്മാരായിട്ട് ആരൊക്കെയോ ഈ ഭാഗവതത്തെ ഉപാസന ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ഉപാസന ചെയ്ത സംസ്കാരത്തിലെ ഇത്തരത്തിലുള്ളൊരു ചിന്തയുള്ളൊരു തലമുറയുണ്ടാവുള്ളൂ. അങ്ങനൊരു സംസ്കാരം ഉള്ള ചിന്ത അത് ഫലം കൂടി തരുമ്പോൾ തീർച്ചയായും ആ പൂർവികന്മാർ കൂടി ഈ ഒരു യജ്ഞവേദിയിൽ സാന്നിധ്യം ചെയ്യും. അവർക്ക് കൂടി അവരുടെ അനുഗ്രഹം കൂടി, നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം കൂടി ഈ ഒരു ഭാഗവത രംഗത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് എല്ലാവരും എത്തിച്ചേരുക. അതുപോലെ ഇവിടെ യജ്ഞവേദിയിലേക്ക് നിങ്ങൾക്ക് പുഷ്പങ്ങളൊക്കെ സപ്താഹത്തിന് വരുമ്പോൾ ഇപ്പോൾ ധാരാളം പൂവ് പിടിക്കുന്ന സമയമാണ്, അപ്പോൾ പൂക്കളൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ കൊമ്പോട് കൂടിയൊന്നും കൊണ്ടുവരാതെ അതൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്ന് മാല കെട്ടാൻ അറിയുന്നവർക്ക് മാലകൾ കെട്ടി സമർപ്പിക്കാം, പുഷ്പങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കാം. പിന്നെ എണ്ണയോ നെയ്യോ ഒക്കെ ഈ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇങ്ങനെ ഇനി എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാം. ഇനി സമർപ്പിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്താ അറിയോ? നമ്മുടെ സമ്പത്ത് സമർപ്പിക്കുക. എല്ലാവരും നാളെ മുതൽ എന്ത് ചെയ്യുക? ഉള്ള സമ്പത്ത് കൊണ്ടുവന്ന് സമർപ്പിക്കുക. യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ യജിക്കാൻ, സമർപ്പിക്കാനാണ്. അപ്പം നാളെ മുതൽ നമ്മുടെ ഉള്ള സമ്പത്തൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുക. ഇപ്പം ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, തുടങ്ങുമ്പോൾ തന്നെ ഇയാൾ സംഭാവനയാണല്ലോ പറയണത് അല്ലേ? അപ്പോൾ ഒരു കാര്യം, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്താ അറിയോ? ആരോഗ്യമാണ് അല്ലേ? ഇപ്പോൾ വിചാരിച്ചതുപോലെ കാലം കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടോ? ഇത്ര സമയം വിചാരിച്ച ഒരു വാക്ക് നാവ് കൊണ്ട് പറയാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റിയിട്ടുണ്ടോ? ചെവി കൊണ്ട് ഇത് കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? സമ്പത്തുള്ളവരാ നമ്മൾ. ഈ ആരോഗ്യം എന്ന സമ്പത്ത് അത് നമുക്കിപ്പോൾ കിട്ടിയതും അത് നമ്മളിൽ നിലനിൽക്കുന്നതും ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെങ്കിൽ, കണ്ണുകൊണ്ട് ഭഗവാനെ കാണാൻ, കാതുകൊണ്ട് ഭഗവാന്റെ കഥ കേൾക്കാൻ, നാവുകൊണ്ട് ഗോവിന്ദനാമം ജപിക്കാൻ, ഇത്തരത്തിൽ ഭഗവാൻ തന്ന ഈ മനുഷ്യജന്മം എന്ന ഏറ്റവും വലിയ സമ്പത്ത്, അതിൽ ആരോഗ്യമെന്ന ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത്, അത് ഭഗവാന് സമർപ്പിക്കാൻ നാളെ മുതൽ 7 ദിവസം സാധിക്കുന്നവരൊക്കെ എത്തിച്ചേരുക. ഈ ഒരു യജ്ഞത്തെക്കുറിച്ച് കൂടുതൽ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിച്ച് അവരെ കൂടി യജ്ഞവേദിയിലേക്ക് എത്തിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നത്.